ഹരേകൃഷ്ണ ഗീതാ സന്ദേശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. വിനീതമായ നമസ്കാരം. ഇന്നത്തെ സത്സംഗം നമുക്ക് ആരംഭിക്കാം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി, जय गोपी जना वल्लभ जयो गिरिवरधारी, जयो गिरिवरधारी, जयो यशोदानन्दना, जयो ब्रजजनरञ्जन, जयो यशोदानन्दना, जयो ब्रजजनरञ्जन, जयो यमुनातीरवनचारी, जयो कुञ्जविहारी, जयो यमुनातीरवनचारी, जयो कुञ्जविहारी. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय, ॐ नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी. कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ॐ अज्ञानतिमिरन्धस्य ज्ञानाञ्जनाशलाघाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरों श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च. श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितंश्च. हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये. नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् नामिने. नमाचार्यपादाय निताय कृपप्रदायिने गौरकथाधामदाय नगरग्रामतारिणे. नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् नामिने. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे, निर्विशेषशून्यवादी पाश्चात्यदेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. मूगं करोति वाचालं भङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण.
അഞ്ചാമത്തെ അധ്യായം നമുക്കിന്ന് ആരംഭിക്കാം. അന്നേരം ആദ്യം യുദ്ധം തുടങ്ങാൻ ശങ്കൂതി, അതിനുശേഷം പാർത്ഥൻ യുദ്ധം തുടങ്ങാൻ പോവുകയായിരുന്നു. ശങ്കൂതി എല്ലാവരും ഏതാണ്ട് യുദ്ധം ആരംഭിച്ചു എന്ന് തന്നെ പറയാം. ആ സമയത്താണ് പാർത്ഥൻ പറയുന്നത്, ഭഗവാനെ, എൻ്റെ രഥം നേരെ നടുക്കൊന്ന് കൊണ്ട് നിർത്തുകയോ, എനിക്ക് കാണാനുണ്ട് ആരൊക്കെയാണ് നമ്മളുമായിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, നമ്മുടെ ശത്രുക്കളെ ഒന്ന് കാണണം. എന്നിട്ട് നേരെ ഭഗവാൻ ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. കണ്ടോളൂ, ഇതൊക്കെയാണ് എൻ്റെ ശത്രുക്കൾ. കാരണം പാർത്ഥൻ്റെ ഉള്ളിൽ എന്താ ചിന്തകൾ എന്ന് മനസ്സിലായി. ശത്രുക്കളെ കാണണമെന്ന് പറയുമ്പോൾ ഭീഷ്മരുടെ മുമ്പിലല്ലല്ലോ കൊണ്ട് നിർത്തേണ്ടത്, ദുര്യോധൻ്റെ മുൻപിലാണ്. പക്ഷെ ഭഗവാന് മനസ്സിലായി ഉള്ളിൽ എന്തോ ഇളക്കം തുടങ്ങി. അതുകൊണ്ട് എന്താണോ ഇളക്കം അത് ആദ്യം സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താവും, പ്രശ്നമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു, നേരെ ഭീഷ്മരുടെയും ദ്രോണാചാര്യരുടെയും മുമ്പിൽ തന്നെ നടുക്കാണ്, പക്ഷെ അവരെ കാണുന്ന രീതിയിൽ ചെയ്തു. അന്നേരത്തേക്ക് ഉടൻ തന്നെ അർജുൻ്റെ ആ ഒരു ധൈര്യമൊക്കെ ചോർന്നു പോയി അല്ലേ. ഇവരോടായിട്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യും? ഭയം കൊണ്ടല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് പിതാമഹനും എൻ്റെ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യൻ. ഇവരുമായിട്ട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാനാണ്? കേശവ എന്ന് പറഞ്ഞിട്ട് ഗാന്ധിയൊക്കെ താഴെ എടുത്ത് വയ്ക്കുകയാണ്. ഇവരെ കൊന്നിട്ട് എന്ത് പ്രയോജനം? ഇവരുടെ ഇന്ന് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ രാജ്യമൊക്കെ നഷ്ടപ്പെടും അല്ലേ, ധർമ്മത്തെ എങ്ങനെ സ്ഥാപിക്കും? ഇങ്ങനെ പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. അതിനുശേഷം അവസാനം ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് തന്നെ പറഞ്ഞു തരൂ, എന്താണ് എല്ലാം കൊണ്ട് ശ്രേയസ്കരം. അന്നേരം ഭഗവാൻ ആദ്യം പറഞ്ഞു, നീ ശരീരമല്ല ആത്മാവാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ധർമ്മം അധർമ്മത്തിനെതിരെ ശസ്ത്രം ഉയർത്തുക എന്നതാണ്. എന്നിട്ട് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു. നീ ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ രാജ്യമെല്ലാം ലഭിക്കും, അഥവാ മരിച്ചു പോവുകയാണെങ്കിലും നിനക്ക് സ്വർഗത്തിലൊരു സ്ഥാനം ലഭിക്കും. ഇത് പറഞ്ഞു. ഇതിനുപരിയായിട്ട് കർമ്മഫല ഇച്ഛയില്ലാതെ നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് ഭഗവാൻ. അങ്ങനെ നിഷ്കാമ കർമ്മയോഗം പാർത്ഥന് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ആ സ്ഥിതപ്രജ്ഞനായിട്ട് നീ യുദ്ധം ചെയ്യുവാണെങ്കിൽ അല്ലേ, അവസാന നിമിഷത്തിലും ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് നിൽക്കുന്നത്, ഇരിക്കുന്നത്, അതായത് ചലനം, ചിന്തകൾ, പ്രവൃത്തികൾ, അതൊക്കെ സംസാരിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടൻ തന്നെ പാർത്ഥൻ വിചാരിച്ചു, എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ബ്രഹ്മനിർവാണം ഋച്ഛതി സുഖദുഃഖ സമേ കൃത്വ ലാഭലാഭൗ ജയ അജയോ. ജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ചിന്തിക്കാതെ സ്ഥിതപ്രജ്ഞനായിട്ട് ആ സുഖദുഃഖ സമേ കൃത്വ ബ്രഹ്മനിർവാണം ഋച്ഛതി. അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നു, പരമോന്നത ആ മരണാന്ധ്യേപി, ആ മരണവേളയിലെങ്കിലും ആ അവസാന ശ്വാസം നീ നിൻ്റെ ശരീരത്തിൽ നിന്ന് വിടുമ്പോഴെങ്കിലും നീ ആ ഒരു പരമോന്നത ബോധത്തിൽ നിന്നുകൊണ്ട് നീ ശരീരം വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാം, പരമോന്നത പദവിയിലേക്ക് പ്രവേശിക്കാം. ബ്രഹ്മനിർവാണം ഋച്ഛതി എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പനെ കണ്ടോ പ്രഭുജി? പിന്നെ കണ്ടില്ലേ ഗുരുവായൂരപ്പനെ, ഗോപകുമാരനെ കണ്ടു. രാവിലെ അങ്ങോട്ട് പോയപ്പം കുറച്ച് ടയർഡായി, അത് കാരണം നാരായണിയും കുറച്ച് വിശദമായിട്ട് പറയാൻ പറ്റിയില്ല, ക്ഷമിക്കണം. എന്ത് ചെയ്യാനോ അല്ലേ, ശരീരം വളരെ മോശപ്പെട്ട ഒരു ഇതാണ്, നമ്മളെപ്പോഴും ഇങ്ങനെ വലിച്ചിങ്ങനെ ഇതിലോട്ടിങ്ങ് കൊണ്ടുപോകുന്നുള്ളതാണ്. മാക്സിമം ശ്രമിച്ചു, പക്ഷെ ഭയങ്കര ടയർഡായിരുന്നു. അത് കാരണം നാരായണിയും ചൊവ്വന് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. നാളെ അതിൻ്റെ കേടുവെട്ട് നമുക്ക് തീർക്കാം, നല്ല വിശദമായിട്ട് തന്നെ ഭംഗിയായിട്ട് നമുക്ക് ഒന്നും കൂടെ നാരായണി എടുക്കാത്തതാണ്. പിന്നെ ഇത് അന്നേരത്തേക്ക് ഈ അന്നേരം ആ പരമോന്നത പദവി, ആ പരമോന്നത സ്ഥലത്ത്, ആ പരമോന്നത പദവിയിലേക്ക് പ്രവേശിക്കാം എന്നൊരു കാര്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അന്നേരത്തേക്ക് ഉടൻ തന്നെ ജിജിപ്രഭു സുഖമായിട്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല അല്ലേ. അവിടെ ഇവിടെയും കൈയും കാലും ഒക്കെ അങ്ങ്
ഇങ്ങനെ ഉരഞ്ഞിരിക്കുകയായിരുന്നു. ഭഗവാന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഇനോവ ഇങ്ങനെ വന്ന് തൊട്ടങ്ങ് പോവുമായിരുന്നു. അന്നേരത്തേക്ക് ഒറ്റ തൂക്കി അങ്ങ് എറിഞ്ഞതുപോലെ ആയിപ്പോയി. ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു അമ്മ, പ്രായം ചെന്ന അമ്മ, ഇത് കണ്ടിട്ട് ഇദ്ദേഹം തെറിച്ചു പോകുന്നത് കണ്ടിട്ട് ഭയം കൊണ്ട് അവർ ബോധം കെട്ടുപോയി. ഒന്ന് ആലോചിച്ചു. അവർ പിന്നെ ആശുപത്രി പെട്ടെന്ന് കൊണ്ടുപോയി. അതായത് ഇദ്ദേഹം വീഴുന്ന കാഴ്ച കണ്ടിട്ട് അവർ ബോധം കെട്ടുപോയി. പക്ഷേ അദ്ദേഹത്തിന് വലിയൊരു അനുഭവം ഉണ്ടായി. ഇങ്ങനെ പൊങ്ങിയപ്പോൾ ആരോ ഇങ്ങനെ പിടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ തന്നെ പിടിച്ചു, അല്ലാതെന്ത് പറയാനാ. കാരണം അദ്ദേഹത്തിൻ്റെ ആ കാലിലും കയ്യിലും ഉള്ള ഒരഞ്ഞ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഒരച്ചിലാണ്, സ്ക്രാച്ചായി, അത്രയ്ക്ക് ഇതായിട്ടാണ്. പക്ഷേ ഭഗവാൻ കാത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഇത് സത്യമായിട്ടും ഇത് കണ്ടുകൊണ്ടിരുന്ന ആ അമ്മയുടെ മുമ്പിലാണ് ഇത് നടന്നുകൊണ്ടിരുന്നത്. പ്രായം ചെന്നൊരു അമ്മയാണ്. അവർ ബോധം കിട്ടുപോയി. ഈ ആ ഒരു ഇത് കണ്ടിട്ടേ, ആ ഒരു വീഴ്ച കണ്ടിട്ട് അവർ ബോധം കിട്ടും. അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം. ഭഗവാന്റെ സേവനം ചെയ്യുന്ന ആളല്ലേ അല്ലേ. അന്നേരത്തേക്ക് മാതാജിയല്ല, ഇത് അദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു. ഇത് റോഡ് സൈഡിലൊരു അമ്മയുണ്ടായിരുന്നു. അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രായം ചെന്നൊരു അമ്മയാണ്. അന്നേരത്തേക്ക് ഗുരുവായൂരപ്പൻ്റെ സേവനം ചെയ്യുന്ന ആളല്ലേ അല്ലേ, അത് തീർച്ചയായിട്ടും ഭഗവാൻ കാക്കും, അല്ലാതെ എന്ത് പറയണം. എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അതായത് ഞാൻ പറഞ്ഞ ഇതെന്തോ ഫീൽഡിങ് ചെയ്യാൻ പോയതാണോ അല്ലേ. ഒരാവശ്യമില്ലാതെ ഇങ്ങനെ എന്താ പറയുന്നത്, എടുത്തു ചാടേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ കുറച്ച് തമാശ പറഞ്ഞു. അങ്ങനെ കുറച്ച് ഇതായി. അങ്ങനെ ഈ ഭഗവാൻ അന്നേരം നിഷ്കാമ കർമ്മയോഗത്തെക്കുറിച്ച് പറയുകയാണ്. അന്നേരം അർജുൻ പറയുകയാണ്, നിഷ്കാമ കർമ്മയോഗമാണ് എല്ലാം കൊണ്ടും ശ്രേയസ്കരം എങ്കിൽ എന്തിനാണ് ഭഗവാനെ എന്നിട്ട് ഇത് നടന്നത് കൊടുങ്ങല്ലൂരാണ്. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി മേലാ ഗുരുവായൂർ സർക്കിൾ വിട്ട് പോരുത്. ഭഗവാൻ കാണിച്ചു തരാം, ഈ ഗുരുവായൂർ സർക്കിൾ വിട്ട അപകടമാണ്, മര്യാദക്ക് ഇവിടെ തന്നെ ഇരുന്നോളമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ എന്തോ പറയുന്നത്, അന്നേരം പാർത്ഥൻ പറഞ്ഞു, ഭഗവാനെ നിഷ്കാമ കർമ്മയോഗമാണ് എല്ലാം കൊണ്ടും ശ്രേയസ്കരമെങ്കിൽ എന്തിനാണ് എന്നെ കൊണ്ട് ഈ യുദ്ധമൊക്കെ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്, ജയവും പരാജയവും ലാഭവും അലാഭവും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാൻ പറയുകയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ നിഷ്കാമ കർമ്മയോഗത്തിൻ്റെ പരമോന്നത തലത്തിലേക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഉയരാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യണം, ധർമ്മം കറക്റ്റായിട്ട് ചെയ്യണം. അന്നേരം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ പുറമേ അഭിനയിക്കുന്നു, അതിൽ കാര്യമില്ല അല്ലേ, അത് മിഥ്യാചാരിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ഭൗതിക ആഗ്രഹങ്ങളൊക്കെ വെടിയണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു പാർത്ഥനോട് പറയുകയാണ്, എല്ലാവരും അവരോട് ധർമ്മം ചെയ്തേ പറ്റൂ. ഭഗവാൻ പറഞ്ഞു, ഞാൻ പോലും ധർമ്മം, എനിക്ക് കർമ്മബന്ധനങ്ങളൊന്നുമില്ല, ഭഗവാന് പ്രത്യേക ബാധ്യതകളൊന്നുമില്ല, ചെയ്തേ പറ്റൂ എന്ന് ആരും ഭഗവാനോട് ചോദിക്കാനില്ല. എന്നിട്ടും ഭഗവാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാവർക്കും മാതൃക കാട്ടാൻ വേണ്ടി. അന്നേരം പാർത്ഥ, നീ എന്തുകൊണ്ട് ചെയ്തുകൂടാ, ജനകനെ പോലുള്ള മഹാരാജാക്കന്മാരെല്ലാവരും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നേരമാണ് പാർത്ഥൻ ചോദിക്കുന്നത്, താല്പര്യമില്ലാഞ്ഞിട്ടും ഒരാൾ തെറ്റിലേക്ക് എന്തുകൊണ്ട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കാമമാണെന്ന് പറഞ്ഞു. അന്നേരം കാമത്തെ ആത്മീയ ശക്തി കൊണ്ട് നിയന്ത്രിക്കണം, അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതീന്ദ്രിയ ജ്ഞാനം എന്ന അധ്യായം 4-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്താണ് അതീന്ദ്രിയ ജ്ഞാനം അല്ലേ. എന്ത് ചെയ്യുന്നു എന്നതിനെക്കാട്ടിയും എന്തിനു വേണ്ടി ചെയ്യുന്നു, അതാണ് അതീന്ദ്രിയ ജ്ഞാനം. വളരെ ഇമ്പോർട്ടൻ്റ്. ഇത് നിങ്ങൾ വളരെ നോട്ട് ചെയ്ത് വയ്ക്കൂ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കാട്ടി ഉപരി എന്തിനു വേണ്ടി ചെയ്യുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം. വളരെ സിമ്പിളായിട്ട് ഈ 4-ാമത്തെ അധ്യായം ഒറ്റ വാക്കിൽ ഞാൻ പറയുകയാണ്. അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അതാണ് അതീന്ദ്രിയ ജ്ഞാനം. ആ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകുമ്പോഴാണ് ആ ഒരു അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കർമ്മകാണ്ഡമാകാം അല്ലെങ്കിൽ ജ്ഞാനകാണ്ഡമാകാം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. പരമോന്നത ലക്ഷ്യത്തിന് വേണ്ടി, ഭഗവാന് വേണ്ടി, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതെന്താണ്? അത് പരമോന്നത പദവിയാണ്, പരമോന്നത പ്രവൃത്തിയാണ്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയും നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങളെ നിറവേറ്റാൻ വേണ്ടിയും ചെയ്യുകയാണെങ്കിൽ അത് കർമ്മകാണ്ഡമായിട്ട് മാറുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, അത് നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ 4ാമത്തെ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ്. ആ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ, കാരണം ആ അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിഷ്കാമ കർമ്മയോഗം വളരെ എളുപ്പമായി. കാരണം നിഷ്കാമ കർമ്മയോഗം എന്താണ്? ഭൗതിക ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കണം, അല്ലേ? അതിന് ഭൗതിക ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് കർമ്മകാണ്ഡമായി, നിഷ്കാമ കർമ്മയോഗമായില്ല. നിഷ്കാമ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കണം. അന്നേരം അതീന്ദ്രിയ ജ്ഞാനം ഭഗവാന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് നിഷ്കാമ കർമ്മയോഗമായി. നമുക്ക് വേണ്ടിയാകുമ്പോൾ അത് നിഷ്കാമ കർമ്മയോഗമാകത്തില്ല. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, അതീന്ദ്രിയ ജ്ഞാനം, അതിനെക്കുറിച്ചൊക്കെ. അന്നേരം 4ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞു, ഈ ഒരു അതീന്ദ്രിയ ജ്ഞാനം ഞാൻ ഇതിനു മുമ്പേ സൂര്യദേവൻ ഇത് ഉപദേശിച്ചു കൊടുത്തിരുന്നു. വിവസ്വാൻ അത് പറഞ്ഞു കൊടുത്തിരുന്നു. അന്നേരത്തേക്ക് ഉടൻ തന്നെ പാർത്ഥൻ ചോദിക്കുകയാണ്, നമ്മൾ തമ്മിൽ ഒരേ പ്രായമല്ലോ ഭഗവാനെ, അങ്ങെങ്ങനെ ഉപദേശിച്ചു കൊടുത്തു, ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭഗവാൻ പറയുന്നു, ഒരുപാട് ജന്മങ്ങൾ ഞാനും നീയും എടുത്തിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ നിനക്ക് ഓർമ്മയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെയാണ് എന്തിനു വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, അതൊക്കെ പറഞ്ഞു. അതുകൂടാതെ ഭഗവാൻ എന്തുകൊണ്ട് ഓർമ്മയിരിക്കുന്നു? കാരണം ഭഗവാൻ എന്താണ്? ഭഗവാൻ സാധാരണ വ്യക്തിയല്ല, ഭഗവാനാണ്. നമ്മൾ സാധാരണ ജീവാത്മാക്കളാണ്. നമ്മൾ ജനിക്കുന്ന പോലെയും ഇരിക്കുന്ന പോലെയല്ല ഭഗവാൻ വരുന്നതും ഭഗവാൻ അവതരിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തെക്വാ ദേഹം പുനർജന്മനൈതി മാം ഏതി സ്വ അർജുന. അന്നേരം ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതാ തെക്വാ ദേഹം പുനർജന്മനൈതി മാം ഏതി സ്വ അർജുന. അന്നേരം ഭഗവാൻ അവിടെ പറയുന്നു, ഭഗവാൻ അവതരിക്കുന്നതിൻ്റെ കാരണം, ഭഗവാന്റെ പ്രവൃത്തികളുടെ രഹസ്യങ്ങൾ, അതീന്ദ്രിയത്വം ആര് മനസ്സിലാക്കുന്നോ അവരൊരിക്കലും, ഹരേ കൃഷ്ണ, ഒരു മിനിറ്റ്, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ആരാ? അതെ, ഞാൻ ഇപ്പോൾ ഒരു സത്സംഗത്തിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഹരേ കൃഷ്ണ, ഇത് ഓക്കെയാണോ? ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഇപ്പം വിളിക്കാം. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, അത് കോൾ എടുക്കാൻ പോയതല്ല, അത് ട്രൂ കോളറിലെ DTDC കൊറിയർ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു കൊറിയർ ആയിരിക്കും, അതായിരുന്നു എടുത്തത്. അന്നേരം ഏതോ സംശയത്തിന് വേണ്ടി ചോദിച്ചത്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ജനിക്കുന്നതിൻ്റെയും ഭഗവാൻ ജനിക്കുന്നതിൻ്റെയും ഭഗവാന്റെ ലീലകളുടെയും അതീന്ദ്രിയത്വം ആര് മനസ്സിലാക്കിയോ ഭഗവാൻ അവതരിക്കുന്നതിൻ്റെയും ഭഗവാന്റെ ലീലകളുടെയും അതീന്ദ്രിയത്വം ആര് മനസ്സിലാക്കുന്നോ അവരാണ് തീർച്ചയായിട്ടും എന്താകുന്നത്? അവരായിരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു മോക്ഷത്തിൻ്റെ പദവിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് മനസ്സിലായത്. ജന്മ കർമ്മ ചമേ ദിവ്യം ഏവം യോ വ്യക്തി തക്വാ ദേഹം പുനർജന്മനൈതി മാമേതി സ്വർജന. അതാണ് മനസ്സിലാക്കുന്നത്. അന്നേരം ആ ഒരു അതീന്ദ്രിയ സത്യം മനസ്സിലാക്കിയ വ്യക്തികൾ അവർക്ക് എന്താകും? അവർക്ക് തീർച്ചയായിട്ടും മോക്ഷത്തിൻ്റെ പദവി ലഭിക്കും, അവർ മുക്ത അവസ്ഥയിലേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കാനുള്ള പല പല വഴികൾ പറഞ്ഞു നൽകുകയാണ്.
ഒരു ബ്രഹ്മചാരി എങ്ങനെയാണോ ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ ആ ഒരു അതീന്ദ്രിയം ജ്ഞാനം ലഭിക്കുന്നത്, ഒരു ഗൃഹസ്ഥൻ എങ്ങനെയാണ് അവരുടെ ധർമ്മം പാലിച്ചുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ അതീന്ദ്രിയ ജ്ഞാനം കരസ്ഥമാക്കുന്നത്, അങ്ങനെ പല പല വഴികളിലൂടെ അത് റെഡിയാവുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞ ലാസ്റ്റ് ശ്ലോകങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ആ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ എത്ര വലിയ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ ദുരാചാരിയാണെങ്കിലും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ആ ഒരു വള്ളത്തിലിരിക്കുമ്പോൾ അവരെല്ലാവരും വളരെ നിഷ്പ്രയാസം ഈ ഒരു മായാലോകത്തെ മറികടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പല ഭക്തരും ചോദിക്കുന്നു, ഈയിടെയായിട്ട് പ്രഭുജി ടയർഡായിട്ടിരിക്കുന്നു. ടയർഡായിട്ടിരിക്കാൻ കാരണമുണ്ട്. കാരണം ഞാൻ നിങ്ങളോട് പറയുന്നു ഉറക്കം കുറയ്ക്കണം, എന്നിട്ട് ഞാൻ കുറച്ചില്ലെങ്കിൽ ശരിയാവും. അന്നേരം ഞാനും ഉറക്കമായിട്ടൊരു ബലപ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതിൻ്റെ ഇടയിൽ ചിലപ്പം ഉറക്കം എന്നെ അതിജീവിക്കും, ചില സമയത്ത് ഞാൻ ഉറക്കത്തെ അതിജീവിക്കും. എന്തായാലും ഞാൻ കീഴ്പ്പെടുത്തി അടങ്ങും, ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലേ? അതിനുള്ളൊരു പരിശ്രമമാണ്. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാരണം പറയുന്നത് പ്രവർത്തിക്കണമല്ലോ, അല്ലേ? അന്നേരം പൊതുവേ നമ്മളെല്ലാവരും ഗോസ്വാമിമാരുടെ പാത പിന്തുടരണമെന്നാണ്. അന്നേരം ഗോസ്വാമിമാരുടെ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിദ്രാഹാര വിഹീന, നിദ്ര ആഹാരം, ഒരു നിദ്രയും ആഹാരവും ഒക്കെ നമ്മൾ കുറച്ചുകൊണ്ട് മെല്ലെ മെല്ലെ നമ്മൾ കൂടുതൽ ഭഗവാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കണം. അന്നേരം നിങ്ങളൊന്നും ഈ പാത പിന്തുടരണ്ട, ഇത് എൻ്റെ വഴിയാണ്. അന്നേരം ഭഗവാൻ ആയിട്ട് കൂടുതൽ അടുക്കാനുള്ളൊരു പരിശ്രമമാണ് നാമജപത്തിലൂടെയും ശാസ്ത്ര പഠനത്തിലൂടെയും അതിനുള്ളൊരു പരിശ്രമമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്നേരം പിന്നെ എല്ലാ പ്രാവശ്യവും ചിരിക്കാം അതൊന്നും പ്രതീക്ഷിക്കരുത്. ചിലപ്പം ചിരിക്കും, ചിലപ്പം ചിരിക്കത്തില്ല. ചിരിച്ചാലേ നല്ല മൂഡിലാണെന്ന് അങ്ങനെയും വിചാരിക്കരുത്, അല്ലേ? പല ചിന്തകളും കാണും ഭഗവാനെക്കുറിച്ചുള്ള, അല്ലേ? ഇവിടെ 100 കൂട്ടം ചിന്തകളാണ്. ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരണം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും, അങ്ങനെ ജിജി പ്രഭുവിൻ്റെ കാര്യവും, അങ്ങനെ, അല്ലേ? ഞാനൊരു സാധാരണ വ്യക്തിയല്ലേ, ഞാൻ ഭഗവാനല്ലല്ലോ, അല്ലേ? അന്നേരം യോഗസന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബധ്നാതി ധനഞ്ജയ. ആ ഒരു ഭക്തിയുത സേവനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് എന്താകുന്നു? ആ കർമ്മഫലത്തിൻ്റെ ആ ഒരു ആസക്തി തീരുന്നു. കാരണം പിന്നെ നമ്മൾ ഇവിടെ കൂടുതൽ സർവീസസ് ആണല്ലോ, അല്ലേ? ഇവിടെ ഒരുപാട് പ്രൊജക്ട്സും പലതുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ നേരത്തെ ആകുമ്പോൾ അവിടെ സത്സംഗം മാത്രമായിരുന്നല്ലോ, ഇവിടെ ആകുമ്പോൾ വലിയ പ്രൊജക്ട്സൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറേ മീറ്റിങ്ങുകളും പ്ലാനിങ്ങും അതൊക്കെ ഉണ്ട്. പിന്നെ ഉള്ള ഭക്തർക്ക് വേണ്ടി ഇനിയും പല കോഴ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നു. കുറേ കാര്യങ്ങളുണ്ട്. സർവീസസ് ഒരു കൂട്ടമുണ്ട്, മനസ്സിലായില്ലേ? അതിനായിട്ടുള്ള ഒരു പരിശ്രമത്തിലും കൂടെയാണ്. അന്നേരം കുറച്ചും കൂടെ ബിസി ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെയൊക്കെ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഉടനെ റിപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ അതിനും പറ്റുന്നില്ല, സത്യം പറഞ്ഞാൽ. കാരണം ഒന്നിൻ്റെ പുറകെ എന്തെങ്കിലുമൊക്കെ സേവനം കാണും, സന്തോഷമേ ഉള്ളൂ. പക്ഷേ മെസ്സേജിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമമുണ്ട്. ഭഗവാൻ ഒരു മാർഗം കാണിച്ചു തരും, അല്ലേ? തസ്മാദജ്ഞാനസംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസിനാത്മന ചിത്വൈനം സംശയം യോഗം ഉത്തിഷ്ഠ ഭാരത. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ അജ്ഞാനത്താൽ വന്നിട്ടുള്ള അജ്ഞാനത്താൽ വന്ന ഈ സംശയത്തെ എല്ലാം വേരോടുകൂടി പിഴുതെറിയുക. കാരണം സംശയാത്മാ വിനശ്യതി എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞു. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയാൻ വേണ്ടിയുള്ള സംശയം നല്ലതാണ്. പക്ഷേ അറിഞ്ഞിട്ടും അറിയാൻ താല്പര്യമില്ലാതെ അറിവിനെ സ്വീകരിക്കാതെ ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സംശയാലുക്കൾ എങ്ങനെയാണ്? അങ്ങനെയുള്ളവർ വിനശ്യതി, അങ്ങനെയുള്ള സംശയാത്മാ വിനശ്യതി എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് ഈ ഒരു സത്സംഗത്തിൽ കഴിഞ്ഞ സത്സംഗങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചത്.
അതുകൊണ്ട് ആ യോഗത്തിൻ്റെ ബലത്താൽ നീ ഇതിനെ മറികടക്കൂ ഭാരത എന്നാണ്. യോഗ ചിത്വേനം സംശയം യോഗം യോഗ ആത്തിഷ്ഠ, യോഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉത്തിഷ്ഠ ഭാരത, എഴുന്നേക്കൂ അർജുന, യുദ്ധം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. ഇനി ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യോഗസന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധതി ധനഞ്ജയ. ആരാണോ ഭക്തിയുത സേവനത്തിൽ യോഗ സന്യസ്ത കർമാണം, അതായത് കർമ്മയോഗത്തെക്കുറിച്ചാണ്, നിഷ്കാമ കർമ്മയോഗത്തെ ഉറച്ചു നിന്നുകൊണ്ട് ഭൗതിക അഭിലാഷങ്ങളെയൊക്കെ സന്യസ്ത, ജ്ഞാനസഞ്ചിന്ന സംശയം, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ, ജ്ഞാനത്തെ കൊണ്ട് ആ ഒരു സംശയങ്ങളെല്ലാം, ഉള്ളിലുള്ള സംശയങ്ങളെല്ലാം, സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം എന്തിനു വേണ്ടി ചെയ്യണം, ഇതിൻ്റെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള അല്ലേ. നമ്മളിപ്പോൾ നാമമൊക്കെ ജപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സംശയമോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള സംശയത്തിന്, അങ്ങനെയുള്ള സംശയങ്ങളെയൊക്കെ ഛേദിച്ചുകൊണ്ട് ആത്മവന്തം ന കർമാണി നിബന്ധതി ധനഞ്ജയ, ആത്മവന്തം, ആ സ്വയം ആ ഒരു ആത്മസാക്ഷാത്കാരത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് എന്താണ്, ന കർമാണി നിബധ്നതി, ന കർമാണി നിബധ്നതി, കർമ്മത്തിൽ ഒരിക്കലും ബന്ധിക്കപ്പെടുന്നില്ല ധനഞ്ജയ എന്നാണ് പറയുന്നത്. അന്നേരം ഇനി നമുക്ക് 5-ാമത്തെ അധ്യായം നോക്കാം. ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം, പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാം. അപ്പോൾ അതീന്ദ്രിയ ജ്ഞാനം നമ്മൾ ചർച്ച ചെയ്തു. ഈ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, മനസ്സിലായില്ലേ? എന്നിട്ട് ഇതുവരെ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ആ സൈന്യ നിരീക്ഷണം എന്താണ്, ആ ഒരു മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അതൊക്കെ ചർച്ച ചെയ്തു അല്ലേ. 2-ാമത്തെ അധ്യായത്തിൽ പിന്നെ പാർത്ഥൻ്റെ വിഷമങ്ങളും പാർത്ഥ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല അതൊക്കെ വ്യക്തമായിട്ട് പറയുകയാണ്. അതിനുശേഷം 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ്. അതിനുശേഷം കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു. കർമ്മയോഗം പിന്നെ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ ആ ഒരു ഇതിലൂടെ പോവാണ്. ഇനി 5-ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാന യോഗോ നാം 5-മോ അധ്യായ. അന്നേരം ആ അതീന്ദ്രിയ ജ്ഞാനത്തെ എങ്ങനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ് ഈ 5-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പം അതീന്ദ്രിയ ജ്ഞാനം, അന്നേരം പാർത്ഥൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? പാർത്ഥന് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ട്. അതാണ് വീണ്ടും പാർത്ഥൻ ചോദിക്കുന്നത്. ആദ്യത്തെ അധ്യായം മുതൽ പാർത്ഥൻ പല കാര്യങ്ങളും പറയുന്നു, എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. 2-ാമത്തെ അധ്യായമായപ്പോൾ ഭഗവാൻ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ പാർത്ഥന് ഓക്കെ മനസ്സിലായി. പക്ഷെ വീണ്ടും ചോദ്യം, യുദ്ധം ചെയ്യണോ വേണ്ടയോ? ഇപ്പം 3-ാമത്തെ അധ്യായം എന്തായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ 2-ാമത്തെ അധ്യായത്തോടുകൂടി ഭഗവത്ഗീത തീർന്നു. പക്ഷെ പാർത്ഥൻ സംശയം വീണ്ടും നിലനിൽക്കുന്നു. അതാണ് വീണ്ടും 18 അധ്യായം വരെ പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു സംശയം പാർത്ഥൻ്റെ തീർന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ഭഗവത്ഗീത ലഭിക്കത്തില്ല. പക്ഷെ പാർത്ഥന് സംശയം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത കിട്ടി. 2-ാമത്തെ അധ്യായത്തോടു കൂടി പാർത്ഥൻ ഭഗവത്ഗീത എല്ലാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായത്തിലും പാർത്ഥൻ്റെ സംശയം ഒന്നേ ഉള്ളൂ, യുദ്ധം ചെയ്യണോ വേണ്ടയോ, യുദ്ധം ചെയ്യണോ വേണ്ടയോ. അതാണ് പാർത്ഥൻ്റെ സംശയം. എന്തിന് യുദ്ധം ചെയ്യണം എന്നാണ് പാർത്ഥൻ്റെ ചോദ്യം. അത് അവസാന അധ്യായം ആകുമ്പോഴാണ് അതിന് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി പാർത്ഥന് കിട്ടുന്നത്. ഭഗവാൻ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു, പക്ഷെ പാർത്ഥന് ക്ലാരിറ്റി കിട്ടുന്നില്ല. പാർത്ഥന് ക്ലാരിറ്റി കിട്ടാത്തത് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് ഇത്രയും വിസ്തരിച്ച് ഭഗവത്ഗീത ലഭിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 18 അധ്യായം വരെ പോകത്തില്ല. അന്നേരം ആ 18-ാമത്തെ അധ്യായമായപ്പോൾ പാർത്ഥന് ക്ലാരിറ്റി കിട്ടി. ഓക്കെ, ഇതാണ് ഉദ്ദേശിക്കുന്നത്, ശരി, ഞാൻ യുദ്ധം ചെയ്യാം, കരിഷ്യേ വചനം തോ. എന്നിട്ടും ഭഗവാൻ പറയുന്നു, എല്ലാം വ്യക്തമായിട്ട് കേട്ടോ പാർത്ഥ അല്ലേ, വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ വീണ്ടും വിശദീകരിച്ച് വീണ്ടും തരാം, വിശദീകരിച്ച് വീണ്ടും പറയാം. അന്നേരമാണ് നഷ്ടമോഹോ സ്മൃതിർലബ്ധ്വ അല്ലേ, മോഹമെല്ലാം നശിച്ചു ഭഗവാനെ, എനിക്ക് ആ ഓർമ്മ തിരിച്ചു കിട്ടി. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി.
കരിഷ്യേ വചനം തവ എന്നാണ് പറഞ്ഞ് തുടങ്ങുന്നത്. അന്നേരം ഒന്നാമത്തെ അധ്യായം നമുക്കറിയാം എന്താണ്. ആ ഒരു സൈന്യ നിരീക്ഷണം, യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പാർത്ഥൻ പല കാരണങ്ങളും പറയുന്നു. ഇതെല്ലാം ഓർമ്മയിൽ വെച്ചിരിക്കണം. 18 അധ്യായത്തിൽ എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അന്നേരം നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഭഗവത്ഗീതയുടെ ഫ്ലോ എങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നത്, കാരണം പൊതുവേ നമ്മൾ വിചാരിക്കും നമുക്ക് ഓർമ്മയില്ല. അതൊന്നുമല്ല, ഓർമ്മയുണ്ട്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എത്രത്തോളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് സ്വയം റീകളക്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ചർച്ച ചെയ്ത് തന്നെ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കണം. പശു എങ്ങനെയാണ് എല്ലാം അകത്തോട്ട് കയറ്റും അല്ലേ, പുല്ലെല്ലാം അകത്തോട്ട് കയറ്റിയിട്ട് പിന്നെ സമാധാനമായിട്ടിരിക്കുമ്പോൾ അതിനെ വീണ്ടും പുറത്തിറക്കി ചവച്ചുകൊണ്ടിരിക്കും അല്ലേ, മനനം ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ മനനം ചെയ്യണം. പശു അത് തിരിച്ച് ചവയ്ക്കുന്നു, നമ്മൾ തിരിച്ചെടുത്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഗ്രഹിച്ചതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണം, അതിനെ അങ്ങനെ മനനം ചെയ്യുമ്പോൾ കൂടുതൽ സാക്ഷാത്കാരം നമുക്ക് ലഭിക്കും. അന്നേരം ആദ്യത്തെ അധ്യായം നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ അധ്യായത്തിൽ ശരീരമല്ല ആത്മാവെന്നുള്ളൊരു വാസ്തവികത പറഞ്ഞ് ഭഗവാൻ തുടങ്ങുകയാണ്. ഭഗവത്ഗീത പറഞ്ഞു തുടങ്ങുകയാണ്. അതിനുശേഷം ആ ഒരു കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു ഭഗവാൻ അല്ലേ. ഭൗതിക ആഗ്രഹങ്ങളില്ലാതെ എങ്ങനെ എല്ലാ പ്രവൃത്തികളും നമുക്ക് ചെയ്യാം, ഭൗതിക ആസക്തി ഇല്ലാതെ. അത് പാർത്ഥന് ഇഷ്ടപ്പെട്ടു. അന്നേരത്തേക്ക് ആ നിഷ്കാമ കർമ്മയോഗത്തിന് കൂടുതൽ മാറ്റുകൂട്ടാൻ വേണ്ടി അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്കാമ കർമ്മയോഗം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. എന്താണ് അതീന്ദ്രിയ ജ്ഞാനം? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി അല്ലേ. ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു എന്നല്ല, പക്ഷെ എന്തിനു വേണ്ടി ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. അതാണ് അതീന്ദ്രിയ ജ്ഞാനം. അന്നേരം ഉടനെ ഭഗവാൻ അങ്ങനെ പറഞ്ഞ് അതീന്ദ്രിയ ജ്ഞാനത്തിൽ നിർത്തി അല്ലേ. അതീന്ദ്രിയ ജ്ഞാനം ഏറ്റവും മഹത്തായതാണ്. ആ എല്ലാവിധ അതീന്ദ്രിയ ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാ സംശയത്തെയും മാറ്റി വെച്ച് നീ യുദ്ധം ചെയ്യൂ പാർത്ഥ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കേട്ടപ്പോൾ പാർത്ഥന് വീണ്ടും സംശയം വരുവാണ്. അതീന്ദ്രിയ ജ്ഞാനമാണ് എല്ലാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അല്ലേ. നിഷ്കാമ കർമ്മയോഗമാണ് എല്ലാമെങ്കിൽ പിന്നെ എന്തിനു യുദ്ധം ചെയ്യണമെന്നാണ് മൂന്നാമത്തെ അധ്യായത്തിലെ ചോദ്യം അല്ലേ. അതിനാണ് ഭഗവാൻ എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞതും. പിന്നെ ആ നിഷ്കാമ കർമ്മയോഗത്തിന് കുറച്ചും കൂടെ ഒരു മാറ്റ് കൂട്ടാൻ, നല്ല പവർഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി അതീന്ദ്രിയ ജ്ഞാനവും പറഞ്ഞു കൊടുത്തു. അന്നേരം പാർത്ഥന് അടുത്ത സംശയം വന്നു. എന്താണ്? അതീന്ദ്രിയ ജ്ഞാനം ഒരു ജ്ഞാനമാണ് എല്ലാമെങ്കിൽ പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്യേണ്ടത്? അന്നേരമാണ് ഭഗവാൻ പറയുന്നത് എന്താണ്? ജ്ഞാനം ജ്ഞാനിയായിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല, ജ്ഞാനത്തെ ഉപയോഗിക്കാനുള്ളതാണ്. ജ്ഞാനവിജ്ഞാനയോഗോ നാം. ആ ജ്ഞാനത്തെ വിജ്ഞാനമാക്കണം, ജീവിതത്തിൽ ആചരിക്കണം, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ജ്ഞാനത്തെ നമ്മുടെ ജീവിതത്തിൽ ആചരിച്ചില്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് എന്താണ് ഉപയോഗം അല്ലേ. തോക്കുണ്ട്, ബുള്ളറ്റ് കൊണ്ട് വെടിവെക്കത്തില്ല. അന്നേരം ഒരു മിലിറ്ററിക്കാരുടെ ഈ തോക്ക് ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് ടെററിസ്റ്റുകൾക്കെതിരെ ആ ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ വേണ്ടിയുള്ളതാണ്. അന്നേരം അതേപോലെ നമ്മുടെ കയ്യിൽ ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നെ ആ ജ്ഞാനം കൊണ്ട് എന്താണ് ഉപയോഗം? മനസ്സിലായില്ലേ? അതാണ് ഈ 5-ാമത്തെ അധ്യായം. അന്നേരം പാർത്ഥൻ്റെ ഈ സംശയം വളരെ കറക്റ്റാണ് അല്ലേ. അന്നേരം ഭഗവാൻ പറയുന്നു സംശയാത്മാ വിനശ്യതി എന്ന് പറയുമ്പോൾ അന്നേരം പാർത്ഥൻ താണ്ട് വീണ്ടും വീണ്ടും സംശയം ചോദിച്ചുകൊണ്ടിരിക്കില്ല. ഇത് അന്നേരം പാർത്ഥനും വിനാശമാണോ സംഭവിക്കാൻ പോകുന്നത്? അല്ല, പാർത്ഥൻ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് സംശയം ചോദിക്കുന്നു. പക്ഷേ ഏത് സംശയാത്മാക്കളാണ് വിനശ്വരി എന്ന് പറയുന്നത്? സംശയം ദൂരീകരിക്കാൻ വേണ്ടി വ്യക്തമായിട്ട് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്ത വ്യക്തികളെ, അങ്ങനെയുള്ളവരെയാണ് വിനശ്വരി എന്ന് പറയുന്നത്. അതായത് ചിലവരൊക്കെ പറയും ഞാൻ ഈശ്വരനെ ഒന്നും അറിയത്തില്ല, എനിക്ക് ഈശ്വരനെ ഒന്നും അറിയത്തില്ല, ഈശ്വരനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഉടൻ തന്നെ നമ്മൾ പല രീതിയിലും ചിലപ്പോൾ അവരെ വിശദീകരിച്ച് ഇങ്ങനെ പറയും, എനിക്കിതൊന്നും വിശ്വാസമില്ല. ഇനി അടുത്ത അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതെങ്ങനെ എന്തുകൊണ്ട് വിശ്വാസമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വീണ്ടും ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞാൽ ഇതിങ്ങനെ അതൊന്നും എനിക്ക് പറയാം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, കേൾക്കാൻ താല്പര്യമില്ല, സമ്മതിക്കാൻ താല്പര്യമില്ല. അങ്ങനെയുള്ളവരോട് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു സ്വീകാര്യത ഇല്ല, സ്വീകരിക്കാനുള്ളൊരു മനോഭാവം ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?
അവരെയാണ് സംശയാലുക്കൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ സംശയാത്മാ വിനശ്യതി, അങ്ങനെയുള്ളവർക്ക് ഇഹലോകത്തോ പരലോകത്തോ ഒരു ഗതിയില്ല, സന്തോഷമോ സമാധാനം ലഭിക്കത്തില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഇനി നമുക്ക് പാർത്ഥന്റെ ചോദ്യം എന്താണെന്ന് നോക്കാം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനഃയോഗം ച സംശസി യത് ശ്രേയ ഏത്യോ ഏകം തത് ബ്രൂഹി സുനിശ്ചിതം. കാരണം ഇതെല്ലാം കേട്ടപ്പോൾ പാർത്ഥന് വീണ്ടും സംശയമാണ് അല്ലേ. പാർത്ഥൻ പറയുവാണ്, ഭഗവാനെ അങ്ങ് പറഞ്ഞു ആദ്യം എന്നോട് എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളും മാറ്റിവെക്കൂ അല്ലേ, എല്ലാ ഭൗതിക പ്രവൃത്തികളും നേരത്തെ ഭഗവാൻ പറഞ്ഞില്ലേ, എന്താണ് ജയ അജയവും ലാഭലാഭവും, ഇതെല്ലാം ലാഭത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ ജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ചിന്തിക്കാതെ അല്ലേ, നിഷ്കാമ കർമ്മയോഗം അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇവിടെ അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച സംശസി. അന്നേരം അർജുൻ ഭഗവാനോട് പറയുവാണ്, ആദ്യം അങ്ങ് പറഞ്ഞു കർമ്മത്തിൽ നിന്നും സന്യാസം എടുക്കാം അല്ലേ. ഭൗതിക കർമ്മ ബന്ധനങ്ങൾ, അതാണ് കർമ്മം എന്ന് ഉദ്ദേശിക്കുമ്പോൾ പലതുമുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കുക? കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തി, അതുകൂടാതെ കർമ്മത്തിൻ്റെ ഫലം. മനസ്സിലായില്ലേ? അന്നേരം പലതും ഉദ്ദേശിച്ചു. അന്നേരം ഇവിടെ പാർത്ഥൻ പറയുന്നത് സന്യാസം, അന്നേരം കർമ്മഫലത്തെ ത്യജിക്കൂ എന്ന് പറയുമ്പോൾ പാർത്ഥൻ വിചാരിക്കുന്ന കർമ്മത്തെ തന്നെ ത്യജിക്കൂ എന്നാണ്. അന്നേരം കർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ പ്രവൃത്തിയുമുണ്ട്, പ്രവൃത്തിയുടെ ഫലവും ഉണ്ട്. അന്നേരം കർമ്മത്തെ ഉപേക്ഷിക്കൂ എന്ന് പറയുമ്പോൾ പാർത്ഥൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർമ്മഫലത്തെ ഉപേക്ഷിക്കാനാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യാതിരിക്കണം, കർമ്മം ചെയ്യുന്നത് നിർത്തണം എന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്നേരം ഇവിടെ പാർത്ഥൻ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? അങ്ങ് പറഞ്ഞു ഭഗവാനെ സന്യാസം കർമ്മണാം കൃഷ്ണ, പ്രവൃത്തികളൊക്കെ നിർത്താനല്ലേ അങ്ങ് പറയുന്നത്. പക്ഷെ ഭഗവാൻ അതല്ല പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പുനർയോഗം ച സംശസി, വീണ്ടും അങ്ങ് പറയുന്നു യോഗത്തോടു കൂടി പ്രവർത്തിക്കാനും പറയുന്നുണ്ട്. അന്നേരം ഭഗവാൻ എന്താ പറഞ്ഞത്? കർമ്മഫലം ഉപേക്ഷിക്കുക, എന്നിട്ട് അതീന്ദ്രിയ ജ്ഞാനം വഴി യോഗത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് കണക്റ്റഡ്. ഇനി 6ാമത്തെ അധ്യായം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അന്നേരം ഭഗവാൻ വിശദമായിട്ട് എന്താണ് യോഗം എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെയാണ് കൺഫ്യൂഷൻ. ഈ ഒരു കുറച്ച് അധ്യായങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത ഫുള്ളായിട്ട് മനസ്സിലാവും. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ഭഗവത്ഗീത അധ്യായങ്ങൾ മുന്നോട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പോവുകയാണ്. ഇനിയുള്ള ഭഗവത്ഗീത അധ്യായങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളിരിക്കണം. ഭഗവത്ഗീതയുടെ 18 അധ്യായങ്ങൾ, ആദ്യത്തെ 6 അധ്യായങ്ങളും അവസാനത്തെ 6 അധ്യായങ്ങളും ഒരു ബോക്സ് മാതിരിയാണ്. പ്രധാനപ്പെട്ട കാതലായിട്ടുള്ള ഭാഗം ഇരിക്കുന്നത് നടുക്കലത്തെ 6 അധ്യായങ്ങളിലാണ്. ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, ഇതെല്ലാം കണക്റ്റഡാണ്. അന്നേരം ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, ആ രഹസ്യത്തിലോട്ട്, ഭഗവത്ഗീതയുടെ ആ രഹസ്യത്തിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അന്നേരം ഇതുവരെയുള്ള നമ്മുടെ അധ്യായങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലായെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചത്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇതുവരെ നടന്ന എന്തൊക്കെയാണ്. അതുകൊണ്ട് ഇതുവരെ കേട്ടതെല്ലാം നിങ്ങൾ അത് വീണ്ടും വീണ്ടും ഒന്ന് ഇങ്ങനെ പശു ഇങ്ങനെ വീണ്ടും അകത്തുനിന്നെടുത്ത് ഇങ്ങനെ ചവയ്ക്കുന്ന പോലെ നിങ്ങൾ മനനം ചെയ്യണം. എന്നിട്ട് ആ ഒരു അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കണം. മനസ്സിലായില്ലേ? അന്നേരം ഭഗവാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാതെ കുറച്ചും കൂടി ഈസിയാക്കാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. ഭഗവാന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ. പാർത്ഥന്റെ ലക്ഷ്യം എന്തുവാണ്? എങ്ങനെ യുദ്ധം ചെയ്യാതിരിക്കുക. ഇതാണ് രണ്ടുപേരും തമ്മിൽ നടക്കുന്ന ഡിസ്കഷൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അന്നേരം ഭഗവാൻ പല പല കാരണങ്ങളിലൂടെ പാർത്ഥനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കുക. കാരണം ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ പാർത്ഥനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിക്കുക എന്നതാണ്. പക്ഷേ പാർത്ഥന് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണമെന്നാണ് പാർത്ഥന് മനസ്സിലാവുന്നത്.
സ്വന്തം ലാഭത്തിന് വേണ്ടി ഇവരെയൊക്കെ കൊല്ലുന്നത് സ്വാർത്ഥതയല്ലേ? അതിൽ സ്വാർത്ഥതയല്ലേ? അത് ചെയ്യാൻ പാടില്ല എന്നാണ് പാർത്ഥന്റെ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് നല്ല ഹൃദയമാണ് പാർത്ഥൻ്റെ. പാണ്ഡവരെ ഇത്രയും കൗരവർ ഇതെല്ലാം ദ്രോഹിച്ചു. അവർക്ക് അർഹതപ്പെട്ട രാജ്യം അതെല്ലാം അവരിൽ നിന്ന് തിരിച്ചെടുക്കാൻ ശ്രമിച്ചു, വളരെ വിഷമിപ്പിച്ചു. എന്നിട്ടും പാർത്ഥൻ വിചാരിക്കുന്നത് എന്താണ്? അവർക്ക് അധികാരപ്പെട്ട രാജ്യമാണ്. ഇത്രയും ദുര്യോധനാദികൾ പാണ്ഡവരെയൊക്കെ ദ്രോഹിച്ചു. അന്നേരം പിന്നെ എന്തുകൊണ്ട് പാർത്ഥന് അവരെ കൊന്നുകൂടാ? കാരണം എല്ലാവിധ ദ്രോഹങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ആ ഒരു ശിക്ഷയ്ക്ക് അർഹരാണവർ. ക്ഷത്രിയർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലീസും മിലിറ്ററിയും പോലെ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമുണ്ട്. അന്നേരം അങ്ങനെ നോക്കുമ്പോൾ ഇവർ തെറ്റാണ് ചെയ്യുന്നത്, അധർമ്മമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർത്ഥന് കൊല്ലാം. പക്ഷെ എന്നാലും പാർത്ഥൻ വിചാരിക്കുന്നത്, പാർത്ഥൻ്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും പാർത്ഥൻ വിചാരിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഇവരെയൊക്കെ വധിക്കുക അല്ലേ എന്ന് വിചാരിക്കുക. അന്നേരം ഭഗവാൻ പല പല ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനു വേണ്ടി നീ യുദ്ധം ചെയ്യേ, ഇതിനു വേണ്ടി യുദ്ധം ചെയ്യേ, ഇതിനു വേണ്ടി യുദ്ധം ചെയ്യുന്നു, ധർമ്മത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യേ. പക്ഷെ അതൊന്നും പാർത്ഥന് അത്ര ബോധ്യപ്പെട്ടില്ല. പക്ഷേ പാർത്ഥന് നിഷ്കാമ കർമ്മയോഗം നല്ല ബോധിച്ചു അല്ലേ? കാരണം ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ചെയ്യാം. അന്നേരം അവിടെയാണ് പാർത്ഥന് കൺഫ്യൂഷൻ വരുന്നത്. ഭഗവാൻ പാർത്ഥനോട് പറഞ്ഞു, കർമ്മഫലം ത്യജിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മം ത്യജിക്കൂ എന്ന്. കർമ്മഫലം സന്യാസം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. എന്തുപേക്ഷിക്കുക? കർമ്മണാം. അന്നേരം കർമ്മം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ കർമ്മഫലം ഉപേക്ഷിക്കുക എന്നതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പാർത്ഥൻ എന്താ വിചാരിക്കുന്നത്? കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? അന്നേരം ഭഗവാൻ ഉദ്ദേശിക്കുന്നത് കർമ്മഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുക. പക്ഷെ എങ്ങനെ പ്രവർത്തിക്കുക? അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. യോഗം കൂടി എന്ന് പറയത്തില്ല. അന്നേരം യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിച്ചേരുക, ഒന്നിച്ച് ഒത്തുചേരുക. അതിനെക്കുറിച്ചാണ് ഭഗവാൻ 6ാമത്തെ അധ്യായത്തിൽ യോഗത്തെക്കുറിച്ച് പറയുന്നത്. എങ്ങനെ ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാം അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ. അന്നേരം അതും 4ാമത്തെ അധ്യായം 6ാമത്തെ അധ്യായത്തെയും കൂടെ കണക്ട് ചെയ്യുന്നു 5ാമത്തെ അധ്യായം. 4ാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു. 5ാമത്തെ അധ്യായത്തിൽ അതീന്ദ്രിയ ജ്ഞാനത്തിനെ പ്രവൃത്തിയിൽ എങ്ങനെ കൊണ്ടുവരാം എന്ന് പറയുന്നു. 6ാമത്തെ അധ്യായത്തിൽ ആ അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ പരിപക്വ അവസ്ഥയിൽ ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റും അതിനെക്കുറിച്ചാണ് പറയുന്നത്. യോഗ സമ്പൂർണത. കൊള്ളാം അല്ലേ ഭഗവീത? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, എക്സൈറ്റിംഗ് ആണ്, അഡ്വെഞ്ചറസ് ആണ്. പക്ഷെ നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ മനസ്സിലാവൂ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. എല്ലാം ബൗൺസറായിട്ട് പോകും. അന്നേരം പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ, ജപിക്കുന്നവർ, അവർക്കായിരിക്കും ഭഗവീത മനസ്സിലാവുന്നത്. അല്ലാത്തവർ ഭഗവീത തുറന്നു ഒന്നും മനസ്സിലാവത്തില്ല. അത്രയ്ക്ക് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. ശങ്കരാചാര്യ പറയുന്നു, വേദാന്ത സാര സർവസ്വം, വേദാന്ത സമസ്ത സാര സർവസ്വം. വേദാന്തം, വേദങ്ങളുടെ എല്ലാം അന്തിമ ലക്ഷ്യം എന്താണോ, കൺക്ലൂഷൻ, ആ വേദാന്തത്തിൻ്റെ കൺക്ലൂഷൻ എന്താണോ അതിനെക്കുറിച്ച്, ആ വേദാന്ത സാര സമസ്ത സാര സർവസ്വം, ആ വേദാന്തത്തിൻ്റെ മുഴുവൻ സാര സർവസ്വമാണ് ഭഗവത്ഗീത. പക്ഷെ ദുർവിജ്ഞാർത്ഥം, മനസ്സിലാക്കുക പറഞ്ഞാൽ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ തന്നെ പറയാം. ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ്, കഠിനമാണ് എന്ന് പറയാം. പക്ഷേ ഭഗവത് ഭക്തരുടെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ ശ്രീല പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രഭുപാജി ഈ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ, ഇപ്പോൾ സന്യാസം കർമ്മണാം കൃഷ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഭഗവത്ഗീത കേട്ട പാർത്ഥനെ കൺഫ്യൂഷനാണ്. ആദ്യത്തെ അധ്യായം മുതൽ 18ാമത്തെ അധ്യായം വരെ പാർത്ഥന് കൺഫ്യൂഷനാണ്. അത് പാർത്ഥന് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത്? എന്നാലോചിച്ചു. അത്ര എളുപ്പമല്ല ഭഗവത്ഗീത. ആ ഭക്തരുടെ മാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. മനസ്സിലായില്ല? അന്നേരം സന്യാസം കർമ്മണാം കൃഷ്ണ. അന്നേരം ഭഗവാൻ പറഞ്ഞത് കർമ്മഫലത്തെ ത്യജിച്ചുകൊണ്ട്, കർമ്മഫലം വേണ്ട. കർമ്മഫലം ത്യജിച്ചാൽ പിന്നെ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? അതിനാണ് പറയുന്നത് എന്താണ്? യോഗം ച സംശസി, അതീന്ദ്രിയ ജ്ഞാനം വഴി ഭഗവാന് വേണ്ടി.
അപ്പോൾ ഒരാൾ പറയണം കർമ്മഫലം വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഒരു റിസൾട്ട് ഇല്ലാതെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം റിസൾട്ട് വേണ്ട, പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഭഗവാനാണ്. പക്ഷെ പാർത്ഥൻ എന്താ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർത്ഥൻ്റെ സംശയം, ഭഗവാൻ പറഞ്ഞു കർമ്മഫലത്തെ വിടാൻ, പാർത്ഥൻ വിചാരിക്കുന്നു കർമ്മത്തെ ഉപേക്ഷിക്കും. മനസ്സിലായില്ലേ? കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. അന്നേരം ഭഗവാൻ പാർത്ഥൻ ഇവിടെ അതാ ചോദിക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അങ്ങ് പറയുന്നു കർമ്മത്തെ ഉപേക്ഷിക്കാൻ, പക്ഷെ ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സൈഡിൽ കൂടെ അങ്ങ് പറയുന്നു കർമ്മത്തെ ഉപേക്ഷിക്കാൻ, മറ്റു സൈഡിൽ കൂടെ പറഞ്ഞു യോഗത്തിലൂടെ പ്രവർത്തിക്കാൻ. യുദ്ധം ചെയ്യുമ്പോഴും യോഗത്തിലൂടെ, അത് ഭഗവാൻ മുന്നോട്ട് പറയും. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഭഗവാനെ? ഒരു സൈഡിൽ കൂടെ പറഞ്ഞാൽ കർമ്മം ചെയ്യരുത്, മറ്റു സൈഡിൽ കൂടെ പറയുന്നത് യോഗത്തിലൂടെ ചെയ്യും. ഇതെങ്ങനെയാണ്? പക്ഷെ അതല്ല ഭഗവാൻ ഉദ്ദേശിച്ചത്. കർമ്മഫലത്തെ വിടുക, എന്നിട്ട് ആ യോഗത്തിലൂടെ പ്രവർത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നമുക്ക് നോക്കാം എന്താണ് പ്രഭുപാദി പറയുന്നത്. അന്നേരം പാർത്ഥൻ പറയുന്നു, ഭഗവാനെ അങ്ങ് ആദ്യം പറഞ്ഞു പ്രവർത്തികളൊക്കെ മാറ്റിവെക്കാൻ, എന്നിട്ട് അങ്ങ് പറയുന്നു ആ ഒരു യോഗത്തിലൂടെ പ്രവർത്തിക്കാൻ, ഭക്തിയുത സേവനത്തിലൂടെ. അങ്ങ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയുമോ, ഇതിൽ രണ്ടിൽ നിന്നും എന്താണ് ഏറ്റവും കൂടുതൽ ശ്രേയസ്കരം? അന്നേരം ഭഗവാൻ പറയുന്നു, ശ്രീല പ്രഭുപാദി വളരെ വിശദമായിട്ട് അത് ഭാവാർത്ഥത്തിൽ പറയുന്നു. 5-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് യോഗത്തിലൂടെ പ്രവർത്തിക്കുന്നതാണ് ജ്ഞാനത്തിനെക്കാട്ടിയും ഉത്തമം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം കഴിഞ്ഞ അധ്യായത്തിൽ അവസാനത്തെ ഇതിൽ ജ്ഞാനത്തെ ഭഗവാൻ ഉയർത്തിക്കാട്ടി. എന്തിനു വേണ്ടി? ആ ജ്ഞാനത്തിൻ്റെ ആ ഒരു ശക്തിയാൽ, ജ്ഞാനം കൊണ്ട് നമ്മുടെ കർമ്മബന്ധനങ്ങളെല്ലാം ദഹിക്കുന്നു അല്ലേ? അതീന്ദ്രിയ ജ്ഞാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്താണ്? അതല്ല ജ്ഞാനത്തിൻ്റെ ഉദ്ദേശം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്കൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അന്നേരം ഉപയോഗിക്കാത്ത ജ്ഞാനം കൊണ്ട് എന്താണ് ഉപയോഗം? ഒരു ഉപയോഗമില്ല. ജ്ഞാനി എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോഗത്തിലൂടെ പ്രവർത്തിക്കുക എന്നതാണ്. ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാതെ എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുക അല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അങ്ങനെ പല ആൾക്കാരും ജ്ഞാനി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു, പക്ഷെ ഒന്നും പ്രവർത്തിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്താണ് ഫലം? ഒരു ഫലമില്ല. അന്നേരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ജ്ഞാനം എന്ന അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമല്ല. അതിനി അടുത്ത ശ്ലോകങ്ങളിലേക്ക് നമ്മൾ നാളെ ചർച്ച ചെയ്യും. അന്നേരം ഇവിടെ പറയുന്നത് ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭക്തിയുത സേവന പ്രവർത്തനമാണ്. അത് എളുപ്പമാണ്. എന്താണ് എളുപ്പം? കാരണം ജ്ഞാനം എന്ന് പറഞ്ഞ് ഞാനിതൊന്നിലും ഇതെല്ലാം കർമ്മബന്ധനമാണ് എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന അതല്ല ലക്ഷ്യം. ആ ജ്ഞാനത്തെ മനസ്സിലാക്കി ആ ഒരു ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. എന്തായിരിക്കണം ആ പ്രവൃത്തി? അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തികൾ എല്ലാവിധ ഭൗതിക കെട്ടുബന്ധനങ്ങളും നമ്മളെ രക്ഷപ്പെടുത്തുന്നു. 2-ാമത്തെ അധ്യായത്തിൽ ആത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ ബന്ധനങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭൗതിക ബന്ധനങ്ങൾ, ബുദ്ധിയോഗം അവിടെ പറഞ്ഞിരുന്നു അല്ലേ? നിഷ്കാമ കർമ്മയോഗം. ഇനി 3-ാമത്തെ അധ്യായത്തിൽ ഒരു ജ്ഞാനത്തിൻ്റെ ആ ഒരു ഇതിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അല്ലേ? ജനകനെ പോലെ മുക്തനായിട്ടുള്ള വ്യക്തികൾ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. 4-ാമത്തെ അധ്യായത്തിൽ ഈ യജ്ഞം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന, അതായത് നിഷ്കാമ കർമ്മയോഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ത്യാഗം, അതായത് ഒരു ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ യജ്ഞം എന്ന് പറയുന്നു. അന്നേരം ആ യജ്ഞം എല്ലാ പ്രവർത്തികളും അവസാനം യജ്ഞത്തിലാണ് കലാശിക്കേണ്ടത് അല്ലേ? അന്നേരം 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? അതുകൊണ്ട് നീ എഴുന്നേക്കൂ, യുദ്ധം ചെയ്യുമെന്ന് അല്ലേ? ഭഗവാൻ എന്താ പറഞ്ഞത്? എല്ലാവിധ യജ്ഞങ്ങളുടെയും അന്തിമഫലം എന്താണ്? അന്തിമഫലം ജ്ഞാനമാണ്. എല്ലാവിധ യജ്ഞങ്ങളുടെയും അന്തിമഫലം ജ്ഞാനമാണ്.
അന്നേരം ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും ലക്ഷ്യമെങ്കിൽ പാർത്ഥൻ വിചാരിച്ചു ജ്ഞാനിയായിട്ട് ഇരുന്നാൽ പോരെ, അല്ലേ, പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ വീണ്ടും ബോംബ് പൊട്ടിച്ചു. എന്താണ്? അതുകൊണ്ട് അർജുന നീ എഴുന്നേക്ക് ഫൈറ്റ് ചെയ്യുന്നു. അന്നേരം പാർത്ഥൻ പറയുക അതെവിടുത്തെ ന്യായം, അല്ലേ, ജ്ഞാനിയായിട്ട് ഇരുന്നാൽ പോരെ, യുദ്ധം എന്തിനാ ചെയ്യുന്നത് എന്നാണ് പാർത്ഥൻ്റെ അടുത്ത ചോദ്യം. അന്നേരം ഭഗവാൻ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും പറയുന്നു, എന്നിട്ട് യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും പറയുന്നു, ഭക്തിയുത സേവനത്തിൽ. മനസ്സിലായില്ലേ? അങ്ങനെ അർജുൻ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയെന്നുള്ളതാണ്. കാരണം അർജുൻ മനസ്സിലാക്കിയിടത്തോളം കർമ്മങ്ങൾ നിർത്തുക എന്ന് പറഞ്ഞാൽ കർമ്മഫലങ്ങളെ നിർത്തുക എന്നല്ല, കർമ്മത്തെ തന്നെ, പ്രവൃത്തികളെ നിർത്തുക എന്നതാണ്. പക്ഷേ ഒരാൾ ഭക്തിയുത സേവനത്തിൽ പ്രവൃത്തികൾ നിർത്തുകയാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഒരിക്കലും ശരിയാവത്തില്ല. അന്നേരം അദ്ദേഹം പാർത്ഥൻ വിചാരിക്കുന്ന സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നതാണെന്ന്. കാരണം ചിലർ വിചാരിക്കും ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജപിക്കാൻ പാടില്ല, ശാസ്ത്രം പഠിക്കാൻ പാടില്ല, അല്ലേ, ഇങ്ങനെ ചുമ്മാ ഇരിക്കണം. അതെങ്ങനെയാണ്? അതല്ല ജ്ഞാനം. ഒരു ഭ്രാന്തനുണ്ടായിരുന്നു, പ്രഭാഷണമൊക്കെ എടുക്കുന്ന ആളാണ്, പേര് ഞാൻ പറയത്തില്ല. അദ്ദേഹം ഗുരുവായൂർ തിരുസന്നിധിയിൽ എത്തിയപ്പോഴത്തേക്ക് കുറേ പേര് ഇങ്ങനെ, നമ്മുടെ ഭക്തരെല്ലാവരും കാത്തിരിക്കുകയാണല്ലോ ഭഗവാനെ കാണാൻ വേണ്ടി. അതുകൊണ്ട് കണ്ടിട്ടുള്ള ആരെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്? അകത്ത് ഗുരുവായൂരപ്പനൊന്നും ഇല്ല. ഗുരുവായൂരപ്പൻ നമ്മൾ തന്നെയല്ലേ? എന്ത് ചെയ്യണം? ഓലൊക്കെ എടുത്തിട്ട് അടിക്കേണ്ടവനെ? ഗുരുവായൂർ നിന്നിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയുന്നത്. മനസ്സിലായില്ലേ? അന്നത്തോടുകൂടി ആള് അധപ്പതിച്ച് തുടങ്ങി എന്നുള്ളത്. അന്നേരത്തേക്ക് ജ്ഞാനം കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിട്ടാണ് പണി കൊടുക്കുന്നത്. പുനഃമൂഷിക ഭവ എന്നൊരു കഥയുണ്ട്. പുനഃമൂഷിക ഭവ എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പേ. ഒരു സ്വാമി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സന്യാസി, ഋഷി. അന്നേരത്തേക്ക് ഒരു മൂഷികൻ എലി അവിടെ വന്നിട്ട് പറഞ്ഞു, സ്വാമി വലിയ വിഷമം, ഈ പൂച്ച കാരണം വലിയ ശല്യമാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ പറഞ്ഞു, ശരി എന്താണ് നിനക്ക് വേണ്ടത്? എന്നെ ഒരു പൂച്ചയാക്കിയ വലിയ ഉപകാരമാണെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് ഉടനെ ഒരു പൂച്ചയാക്കി. കുറച്ച് കഴിഞ്ഞിട്ട്, കുറേ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന്, ഞാൻ ആ പൂച്ചയാണ്, ഇനി എന്താ വേണ്ടത്? അല്ല, പട്ടിയുടെ വലിയ ശല്യം, എന്നെ ഒന്ന് പട്ടിയാക്കിയ വലിയ ഉപകാരമായിരുന്നു. അന്നേരം ഒരു ശരി, എങ്ങനെ ഒരു പട്ടിയാക്കി. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഈ കുറുക്കന്മാരുടെ വലിയ ശല്യം, അല്ല എന്നെ ഒരു കുറുക്കനാക്കിയ വലിയ കൊള്ളാം. അന്നേരത്തേക്ക് കുറുക്കനാക്കി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഈ സിംഹമൊക്കെ എപ്പോഴും എന്നെ പേടിപ്പിക്കുന്നു, ഭയപ്പെടുത്തുന്നു, എന്നെ ഒരു സിംഹമാക്കി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ സിംഹമാക്കിയതിന് ശേഷം ആ സ്വാമി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഉടനെ ഈ സിംഹം സൂക്ഷിച്ച് സ്വാമിയെ നോക്കാൻ തുടങ്ങി. അന്നേരത്തെ പറഞ്ഞു, എന്തുവേണം നോക്കി പഠിപ്പിക്കുന്നതോ? അല്ല, എനിക്ക് വിശക്കുന്നത്, ഞാൻ അങ്ങനെ കഴിച്ചോട്ടെ. ഇതാണ് പൊതുവെ ആൾക്കാരുടെ സ്വഭാവം. തേരാപ്പാര എന്തോ പറയത്തില്ലേ, എന്തോ പരഗതി ഇല്ലാത്ത എന്തോ പറയത്തില്ലേ, ഒരു ഗതിക്ക് പരഗതിയോ, അങ്ങനെ എന്തോ പറയത്തില്ലേ, എന്തോ അതിന് പറഞ്ഞു, ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ തേരാപ്പാര നടന്ന ആൾക്കാരെ ഭഗവാൻ ആചാര്യന്മാരാക്കും. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനവും ഗീത ഭാഗവത ജ്ഞാനവും കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും അവർ ഈശ്വരനാണെന്ന് വിചാരിക്കും. മനസ്സിലായാലും പിന്നെ ഭഗവാനെ തന്നെ ചോദ്യം ചെയ്യും. അന്നേരം ഇങ്ങനെ സിംഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പറഞ്ഞ്, ഇതാണ് നിൻ്റെ പ്രശ്നം, അതുകൊണ്ട് നീ പുനഃമൂഷിക ഭവ, നീ വീണ്ടും എലിയായിട്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. നിനക്ക് അതാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. അന്നേരം അതേപോലെ എലിയെ പിടിച്ച് നമ്മൾ പുലിയാക്കുകയോ സിംഹമാക്കുമ്പോഴത്തേക്ക് അവർക്ക് നിൽക്കാൻ യോഗ്യതയില്ല. അവർ തന്നെ അവരുടെ കാല് അടിച്ചൊടിക്കുക എന്നുള്ളതാണ്. കോടാലിടത് സ്വന്തം കാല് വെട്ടു എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. അന്നേരം ഗുരുവായൂർ തിരുസന്നിധി ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ചു. നാരായണ ഭട്ടതിരിപ്പാട് ഹന്തഭാഗ്യം ജനാന എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് ഇവൻ്റെ ജ്ഞാനം ഇറക്കുകയാണ്. ഇവൻ പറയുന്നത് എന്താണ്? ഉപനിഷത്തുകൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക, ജ്ഞാനിയായിട്ടിരുന്നിട്ട് എന്ത് കിട്ടാനാണ്? എന്നിട്ട് ഇദ്ദേഹം ജ്ഞാനമൊക്കെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ജ്ഞാനമായിട്ട് ഒരു ബന്ധമില്ലെന്ന്. എല്ലാം ജ്ഞാനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളുമാണ്. നോക്കണേ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാണ്? അന്നേരം അതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി.
അന്നേരം ചിലവർ അങ്ങനെയാണ് ജ്ഞാനത്തെ കാണുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. ഒന്നും ചെയ്യാൻ പാടില്ല, ജപിക്കാനും പാടില്ല, അമ്പലത്തിൽ പോകാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അതെവിടുത്തെ ന്യായം? അതാണോ ജ്ഞാനം? അങ്ങനെ ഹനുമാൻ സ്വാമി പിന്നെ എന്തിനാണ് ജപിക്കുന്നത്? നാരദ മഹർഷി എന്തിനാണ് ജപിക്കുന്നത്? പാർത്ഥൻ എന്തിനാണ് ജപിക്കുന്നത്? മഹാദേവൻ എന്തിനാണ് ജപിക്കുന്നത്? അന്നേരം മഹാദേവനെക്കാട്ടിയും വലിയ ആൾക്കാരാണോ ഇവരൊക്കെ? ജ്ഞാനി എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. ശങ്കരാചാര്യരെക്കാട്ടിയും വലിയ ആൾക്കാരാണോ ഇവരൊക്കെ? ഇതൊക്കെ വാചകോടി മാത്രമേ ഉള്ളൂ, വാചകോടി കസർത്തകളാണ്. ഈ ഹിന്ദിയിൽ ഒരു ആത്താ വാത്ത കുച്ച് നെയ് ബസ് ബോൽ ബച്ചൻ ഡാൽത്തെ അല്ലേ? ഒന്നും അറിയത്തൊന്നുമില്ല, വാചകോടിക്ക് ഒരു കുറവില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. അന്നേരം ഇവിടെ പാർത്ഥന് വിചാരിച്ച എന്താണ്? ഈ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക അല്ലേ? ചിന്താവിഷ്ടയ ശ്യാമളെ പോലെ അല്ലേ? വീടിൻ്റെ ഉത്തരവാദിത്വം നോക്കണ്ട, എന്നിട്ട് ആശ്രമത്തിൽ പോയി ചുമ്മാ ഇരിക്കുക. അവിടെ ചെന്നപ്പോൾ അവർ ചെടി നനയ്ക്കുന്നു, അത് ചെയ്യുന്നു, ജപിക്കുന്നു, ധ്യാനിക്കുന്നു. അതിലൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. ഒന്നും ചെയ്യാതിരിക്കുക. ഒന്നും ചെയ്യാതിരിക്കുന്ന എന്തിനാണ്? മനസ്സിലായില്ലേ? അത് ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ മടിയന്മാരുടെ സ്വഭാവമല്ലേ? അങ്ങനെയാണെങ്കിൽ ആഹാരം കഴിക്കാൻ പാടില്ല അല്ലേ? ഉറങ്ങാനും പാടില്ല. അത് നിർത്തത്തില്ല. ആഹാരം കറക്റ്റായിട്ട് വേണം, ഉറക്കവും കറക്റ്റായിട്ട് വേണം. ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആഹാരവും നിർത്തണം, ഉറക്കവും നിർത്തണം. എന്നിട്ട് വെള്ളം മാത്രം കുടിച്ചോ അല്ലെങ്കിൽ വായു മാത്രം ഭക്ഷിച്ചോ ജീവിക്കണം. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. അത് കറക്റ്റ് ജ്ഞാനിയാണ്. അവർ മെല്ലെ യോഗത്തിലെ പരമാവസ്ഥയിലേക്ക് പോയിരുന്നു. ആഹാരം കറക്റ്റായിട്ട് വേണം, ഉറക്കവും വേണം അല്ലേ? വാചകം അടിക്കും ഒരു കുറവില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കർമ്മത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, പക്ഷേ പ്രവർത്തിക്കുക എന്നാണ്. അന്നേരം കാരണം ആ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ശ്രീ പ്രഭുപാദി പറയുന്നു, ആ ഒരു അർജുന് ആ ഒരു വിഷയം പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എങ്ങനെ കർമ്മഫലം ഇല്ലാതെ പ്രവർത്തിക്കാം എന്നത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പാർത്ഥൻ വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, ഈ പ്രവർത്തനം പൂർണ്ണമായിട്ടും തിരസ്കരിക്കണോ, അതുകൂടാതെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്നോ? ഒരാൾ പറയുന്നു, ഇങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞാൽ ആ പാപം എനിക്ക് കിട്ടുന്നെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് പാപമല്ല, അത് ഞാൻ എൻ്റെ ധർമ്മമാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള അധർമ്മികളെ മുന്നോട്ട് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും മനസ്സിലാവത്തില്ല ശരി ഏതാണ് തെറ്റേതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പാപം കിട്ടുവാണെങ്കിലും ഞാൻ റെഡിയാണ് സ്വീകരിക്കാൻ. ഇങ്ങനെയുള്ളവർ തെറ്റുകൾ പറയുമ്പോൾ അത് നമ്മൾ മിണ്ടാതെ കേട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മളോട് പറയരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദ്രൗപദി ദേവിയുടെ അവിടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ എല്ലാവരും ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. മനസ്സിലായില്ലേ? കുറച്ച് പേര് എതിർത്തതുമില്ല, സപ്പോർട്ട് ചെയ്തതുമില്ല. അന്നേരം സപ്പോർട്ട് ചെയ്തവരും ന്യൂട്രലായിട്ട് നിന്നവരും രണ്ടുപേർക്കും ഭഗവാൻ പണി കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആരാണോ എതിർത്തത് അവരെ മാത്രമാണ് ധർമ്മത്തിൻ്റെ ഭാഗത്തിൽ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയരുത് എന്നല്ല, കുറ്റം പറയണം. പക്ഷെ എന്തിനെക്കുറിച്ചാണ് കുറ്റം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനെതിരെയോ ഭക്തർക്കെതിരെയോ എന്തെങ്കിലും അധർമ്മം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാവ്യം ഇട്ടിട്ടുണ്ടെങ്കിലും ഭഗവാനെക്കുറിച്ച് സംസാരിക്കേണ്ട ആ ഒരു ഭാഗ്യം, ആ ഒരു അവസരം ഭഗവാൻ എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഇതിനോട് ധർമ്മം ചെയ്തേ പറ്റൂ. വേണമെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാം, പക്ഷെ അത് ശരിയല്ല. മനസ്സിലായില്ലേ? അങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. നോക്കുമ്പോൾ എല്ലാവരും ഭഗവാനെക്കുറിച്ച് പറയുന്നു, എല്ലാവരും ഭഗവാനെക്കുറിച്ച് പറയും. ഇതിൽ നമ്മൾ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കും എന്താണ് ശരി എന്താണ് തെറ്റെന്ന്? എങ്ങനെ മനസ്സിലാക്കും? അവർ ഭഗവാനെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും എല്ലാം പറയുന്നു. ഗുരുവായൂർ തിരുസന്നിധിയെ വെച്ച് ഗുരുവായൂരപ്പനെ കുറ്റം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മിണ്ടായിരിക്കുന്നത്? അതെന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത്? അതൊരു വളരെ മോശമായിട്ടുള്ള കാര്യമാണ്.
ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് ഇതെല്ലാം പോപ്പുലാരിറ്റി എല്ലാം കരസ്ഥമാക്കിയിട്ട് ആ ഗുരുവായൂരപ്പനെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? അങ്ങനെ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം ഗുരുവായൂരപ്പനോടൊരു സ്നേഹമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളോട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കുമോ? ഒരിക്കലും മിണ്ടായിരിക്കത്തില്ല. നമ്മൾ പറയോ കുഴപ്പമില്ല അതൊക്കെ എന്നൊക്കെ പറയുമോ? ഒരിക്കലും പറയത്തില്ല. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടായിരിക്കത്തില്ല. പക്ഷെ ഭഗവാനെതിരെ അത് ഭഗവാനെല്ലാം അറിയാമല്ലോ. ഭഗവാനെല്ലാം അറിയാം. പക്ഷേ നമ്മൾ നമ്മുടെ സ്നേഹം ഭഗവാനുള്ളത് വ്യക്തമാക്കണം. അത് നമ്മുടെ ധർമ്മമാണ്. കാരണം ഇങ്ങനെയുള്ളവർ എത്ര പേരെയാണ് വഴിതെറ്റിക്കുന്നതെന്നറിയാം. അവരോ കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെയും കുഴിയിൽ ചാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനോട് സ്നേഹമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചങ്കൂറ്റത്തോടു കൂടി അത് തുറന്ന് തന്നെ പറയാനുള്ള ഒരു ധൈര്യം കാട്ടണം. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല. അത് സത്യമായിട്ട് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാനെക്കുറിച്ചുള്ളൊരു സത്യമാണ്. ഇപ്പോൾ ഗുരുവായൂർ തിരുസന്നിധിയിൽ ഇരുന്നിട്ട് പറയുകയാണ് ഭഗവാൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ന്യായമാണ്. നിങ്ങൾ പറഞ്ഞേ, ഭഗവത്ഗീത എല്ലാം പഠിച്ച ഒരാൾ, ഭാഗവതം പഠിച്ച ആൾ എന്ന് എല്ലാവരുടെ മുമ്പിലും കൊട്ടി ആഘോഷിച്ച് പറയുന്ന ആൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെ ഭഗവത്ഗീതയും ഭാഗവതയും കുറ്റം പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് അർഹത ആ ഒരു ഗീതയെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും പറയാം? ഇനി ഒരാൾ പറയുന്നു, പേര് പറയാൻ നമുക്കെങ്ങനെ അറിയാം? വ്യക്തി ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ലല്ലോ. വ്യക്തി ചെയ്ത തെറ്ററിഞ്ഞാൽ പോരെ. അതായത് ആ ഒരു വ്യക്തി ഇനിയും ആ തെറ്റ് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മണ്ടത്തരം എവിടെയെങ്കിലും പറയാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ആ വ്യക്തി. ആ വ്യക്തി ആ മണ്ടത്തരം ഇപ്പോൾ പറയുന്നില്ല എങ്കിൽ നന്നായി, അത്രയേ ഉള്ളൂ. അത്രേ നമ്മുടെ ആഗ്രഹമുള്ളൂ. ഹേറ്റ് ദ സിൻ നോട്ട് ദ സിന്നർ അല്ലേ, പറയത്തില്ലേ? പാപത്തെ വെറുക്കുക, പാപിയെ വെറുക്കുന്നില്ല. നമുക്ക് അദ്ദേഹത്തിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സൂക്ഷിച്ച് സംസാരിക്കണം അല്ലേ. കറക്റ്റായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അല്ലാത്തത് കൂടുതൽ സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആരെ കാണാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടുത്തെ ശരിയാണ്? എവിടെ തന്നെയായാണ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു. ഈശ്വരൻ നമ്മൾ തന്നെയാണ്. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ നാരായണ പണ്ഡിതരിപ്പാട് നാരായണി എഴുതേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ആ ഗുരുവായൂർ തിരുസന്നിധിയിൽ അഗ്രേ പശ്യാമി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? സാന്ദ്രാനന്ദത്തിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിലായില്ലേ? അത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അവരിൽ നിന്നൊക്കെ സൂക്ഷിക്കുക. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് ഭഗവത്ഗീത. ഇവരൊന്നും ഭഗവത്ഗീത നല്ലപോലെ പഠിക്കത്തില്ല, അതാ പ്രശ്നം. ഭഗവത്ഗീത നല്ലപോലെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെല്ലാം മനസ്സിലാവും. ഭഗവത്ഗീത പോലും പഠിക്കത്തില്ല. സത്യമായിട്ട് കഷ്ടം തന്നെ. ഈ 18 അധ്യായം ഒന്ന് നല്ലപോലെ കുത്തിയിരുന്നൊന്ന് പഠിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വ്യക്തമാവും. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർ പഠിക്കാറില്ല. അത് കാരണമാണ് ഒരു വ്യക്തത കിട്ടാത്തത്. കഴിഞ്ഞു, ഇപ്പം കഴിഞ്ഞു. അന്നേരം ഇതാണ് നമുക്ക് ഇന്നത്തെ ഈ സത്സംഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നാളെ നമുക്ക് രാവിലത്തെ ശ്രീമദ് ഭാഗവത്തിൽ കാണാം. ഇന്ന് വൃന്ദാവൻ ലൈവ് ഇല്ലായിരുന്നു, നാളെ തീർച്ചയായിട്ടും കാണും. ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത കി ജയ, ശ്രീ പ്രഭുപാദ് കി ജയ, നിതായ ഗൗർ പ്രേമാനന്ദ ഹരി.